നമസ്കാരം. പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാനായി പോവുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താലാണ്, ഭഗവാനാലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയാലാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക, അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇരുട്ട് നിറഞ്ഞ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സാമ്പത്തികമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു എങ്കിൽ ചില മാർഗങ്ങൾ, ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ തുറന്നു നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അഥവാ ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നു അഥവാ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം സാഹചര്യങ്ങൾ മാറി മറിയുന്നതാണ്. ഈശ്വരാനുഗ്രഹം, ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് കടന്ന് വരികയാണ്. ബന്ധങ്ങളുടെയോ അല്ലെങ്കിൽ സാമ്പത്തികപരമായി ആണ് എങ്കിൽ പോലും തകർച്ച നേരിടുന്ന സാഹചര്യം ചില കാര്യങ്ങളിൽ അഥവാ ഇത്തരം കാര്യങ്ങളിൽ ചില വിഷമകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. ഇനി എന്ത് എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അഥവാ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നു. അതിൻ്റെ പേരിൽ പലപ്പോഴും കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതായ സാഹചര്യമുണ്ട്. അതിൻ്റെ പേരിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അപവാദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ബുദ്ധിപോഷം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതോ അല്ലെങ്കിൽ അത്തരം ചില അപവാദങ്ങൾ കൂടി കേൾക്കേണ്ടതായി വരുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട് അത്തരത്തിൽ ചില തെറ്റിദ്ധാരണകൾ ചില വ്യക്തികൾക്ക് ഉണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ഈ സാഹചര്യം മാറുവാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു വഴിത്തിരിവിനുള്ള സമയമായി എന്ന് പ്രപഞ്ചം തന്നെ പരാമർശിക്കുന്നതാണ്. അത്തരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിശക്തരായ വ്യക്തികൾ തന്നെയാണ്. അത് ഈ സന്ദേശത്തിലൂടെ ഭഗവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പരിശ്രമത്തിലോ പ്രവർത്തികളിലോ ആര് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വിഘാതമായി നിന്നാൽ പോലും, ആരെല്ലാം മാനസികപരമായി നിങ്ങളെ തളർത്തുവാൻ ശ്രമിച്ചാൽ പോലും അതിൽ തളരാതെ ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. നിങ്ങളിൽ മാറ്റങ്ങൾ പ്രകടമാകും. ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. നിങ്ങളിൽ പലരും ആത്മാർത്ഥമായി പലരെയും സഹായിച്ചിട്ടുള്ളവരാണ്. പലർക്കും പല വിധത്തിലും പിന്തുണ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പിന്തുണ നൽകിയിട്ടുള്ളവർ കൂടിയാണ്. ഇതെല്ലാം ഇവരിൽ നിന്നും, അതായത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ആ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങളെ പിന്തുണയ്ക്കുന്ന, ഒപ്പം നിൽക്കുന്നതായ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഭഗവാനായി തന്നെ തുറന്നു നൽകുന്ന പുതുതായി ലഭിക്കുന്നതായ അവസരങ്ങളിലൂടെയോ നിങ്ങൾക്ക് സാമ്പത്തികപരമായ പുരോഗതി കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്
എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അഥവാ ഭഗവാൻ നൽകുന്ന സന്ദേശം ഇപ്രകാരമാകുന്നു: സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരുന്ന ഒരു എനർജി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പുതിയ തുടക്കം, പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ സന്ദേശമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. മനഃശാന്തിയും സന്തോഷവും ലഭിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായി കാണുന്നുണ്ട്. മുൻപ് ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ, നഷ്ടങ്ങൾ, മുറിവായി അല്ലെങ്കിൽ വളരെ വിഷമകരമായ ഒരു കാര്യമായി നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിൽ അവശേഷിക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ മൂലമോ മറ്റുള്ളവർ മൂലമോ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. അത് വലിയ മാനസികപരമായ ആഘാതമാണ് നിങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നും പുറത്ത് കടക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നു എങ്കിൽ പോലും അതിൽ ഒരു പരിധി വരെ കുറച്ചൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും മുഴുവനായും മറക്കുവാൻ സാധിക്കാത്ത ഒരു മുറിവായി മനസ്സിൽ അത് അവശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവശേഷിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതുമാണ്. പല അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ, അഥവാ പല വഴികൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ട്. മറ്റുള്ളവരാലോ അല്ലെങ്കിൽ നിങ്ങളാലോ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും മറക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ സന്ദേശം അപ്രകാരം തന്നെയാകുന്നു. ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ്. അവരോടുള്ള ദേഷ്യം, വൈരാഗ്യം അത് വർദ്ധിക്കാൻ മാത്രമേ ഇത് കാരണമാകൂ എന്നുള്ളതാണ്. അതിനാൽ ഇതെല്ലാം ഒഴിവാക്കി ഭഗവാനായി നൽകുന്നതായ, അഥവാ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുന്നതായ അവസരങ്ങൾ നിങ്ങൾ പൂർണ്ണമായും വിനിയോഗിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. സന്തോഷങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതായത് അത്തരത്തിലുള്ള ചില ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുവാൻ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഈ അവസ്ഥ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിന്തകൾ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കേണ്ടതും അനിവാര്യമാണ്. ഇങ്ങനെ ചെയ്യാൻ വിശ്വസിക്കുന്ന ശക്തി, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും, അഥവാ പുതിയ വഴി നൽകി സഹായിക്കും എന്നുള്ളതാണ്. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. പുതിയ അവസരങ്ങൾ, പുതിയ തുടക്കങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിന്തകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഭഗവാൻ തന്നെ നൽകുന്നതായ പുതുവഴികൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതായ സാഹചര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ സൽപ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളിലും വിശ്വാസം തോന്നി തുടങ്ങുന്നതായ ഒരു സമയമാകുന്നു. നെഗറ്റീവായ ചിന്തകൾ, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കും. മുൻപ് അതിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇനി അത് നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളിൽ സന്തോഷം, സമാധാനം അനുഭവിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിലവിലെ സാഹചര്യത്തിലേക്ക് ദൈവം അപ്രതീക്ഷിതമായ സഹായങ്ങൾ നൽകുന്നതിനാലോ മാറ്റങ്ങൾക്ക് വഴി തുറന്ന് നൽകുന്നതിലൂടെയോ ഉള്ള സന്തോഷവുമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിന് സന്തോഷം വന്നു ചേരാം. നിങ്ങളിലേക്ക് ഇപ്പോൾ പോസിറ്റീവായ ഊർജം കൂടുതലായും കടന്ന് വരുന്നു എന്നും പരാമർശിക്കേണ്ടതായിട്ടുണ്ട്.
അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പോസിറ്റീവായി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ, ഭഗവാനെ നിങ്ങൾ നന്നായി തന്നെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷകൾ അല്ലെങ്കിൽ ആത്മവിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് സന്ദേശത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്.